അന്തരിച്ച പ്രശസ്ത തന്ത്രശാസ്ത്ര പണ്ഡിതൻ ആമയുടെ വാസുദേവൻ നമ്പൂതിരിക്ക് ജന്മനാട് അന്ത്യാഞ്ജലിയേകുകയാണ്. ആമയുടെ മനയിൽ വെച്ച് പുലർച്ചെ 2 മണിക്കാണ് സംസ്കാരം. സ്വവസതിയിൽ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ആലുവ തന്ത്രവിദ്യാപീഠത്തിന്റെ ചുമതലക്കാരിൽ ഒരാളായിരുന്ന അദ്ദേഹം RSS എറണാകുളം വിഭാഗ് സംഘചാലകായിരുന്നു. വിവരണവുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, സംസ്കാര ചടങ്ങുകൾ രാത്രി 2 മണിക്ക് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങൾ. അമൽ, ആമയുടെ മനയിൽ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നിലവിൽ പൊതുദർശനം പുരോഗമിക്കുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ആമയുടെ മനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. RSSന്റെ എറണാകുളം വിഭാഗ് സംഘചാലക കൂടിയായിരുന്നു ആമയുടെ മന വാസുദേവൻ നമ്പൂതിരി. നേരത്തെ വലിയ രീതിയിൽ സംഘത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആമയുടെ മന വാസുദേവൻ നമ്പൂതിരി. അതോടൊപ്പം തന്നെ തന്ത്രശാസ്ത്ര പണ്ഡിതൻ, ആമയുടെ നാഗരാജ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭരണാധികാരി, അതോടൊപ്പം തന്നെ ആമയുടെ മനയിലെ മുഖ്യ കാരണവർ കൂടിയായിരുന്നു അദ്ദേഹം. ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഡയറക്ടർ ചുമതലയിലും അദ്ദേഹം ഇരുന്നു. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. കാരിക്കൂട് സരസ്വതി സ്കൂളിൻ്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഔദ്യോഗിക ജീവിതം HNL-ലായിരുന്നു, അതായത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ശേഷം അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് അദ്ദേഹം വിരമിച്ചു. പിന്നീട് പൂർണ്ണ സമയമായിട്ട് സംഘത്തിൻ്റെ അതോടൊപ്പം തന്നെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും പരിപാടികളിലും അതോടൊപ്പം തന്നെ നിറസാന്നിധ്യവുമായിട്ട് അദ്ദേഹം തുടർന്നിരുന്നു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. ഇന്ന് രാത്രി 8:24 അന്ത്യം സംഭവിച്ചത്. ആമയുടെ മനയിൽ വെച്ചായിരുന്നു അന്ത്യം. മക്കൾ 2 പേരാണ്, ആര്യനും ശ്രീദേവിയും. നിലവിൽ 2 മണിക്ക്, പുലർച്ചെ 2 മണിക്ക് സംസ്കാര ചടങ്ങുകൾ ആമയുടെ മനയിൽ വെച്ച് നടക്കും. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.